എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 2025 മാർച്ച് 29 മഹാശനിമാറ്റം ഉണ്ടാകുന്നു എന്നറിയാമല്ലോ. കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്കാണ് മാറുന്നത്. സൂര്യദേവന്റെ മകനായ ശനി ആയുസിന്റെ കാരകനാണ്. നവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തിയേറിയ ഗ്രഹമാണ് ശനി. ജനുവരി 18 ശനി കുംഭം രാശിയിലേക്ക് പ്രവേശിച്ചത്. ശനി അനുകൂലമല്ലാത്ത സ്ഥിതിയിൽ നിൽക്കുന്നതിനെയാണ് കണ്ടകശനി, അഷ്ടമശനി, ഏഴരശനി എന്നിങ്ങനെ പറയുന്നത്. 2025 മാർച്ച് 29 ശനി മാറുന്നതെങ്കിലും കുറഞ്ഞത് 1.5-2 മാസം മുമ്പെങ്കിലും ഫലങ്ങൾ അനുഭവത്തിൽ വരാനിടയുണ്ട്. ശനിദോഷ കാലത്തെ ഭയപ്പെടുന്നവരാണ് മിക്കവാറും പേരും. കണ്ടകശനി കൊണ്ടേ പോകും എന്ന ഒരു ചൊല്ലുകൂടിയുണ്ട്, അല്ലേ? ഇതുകൂടിയാകുമ്പോൾ പിന്നെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ജീവിതത്തിൽ മിക്ക എല്ലാ മേഖലകളിലും തിരിച്ചടി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഒരു വ്യക്തിയുടെ ജീവിത കാലഘട്ടം മുഴുവനും എടുത്താൽ മനപ്രയാസം, കടബാധ്യത, അനാരോഗ്യം, ദുരിതങ്ങൾ, മരണം, അപകടങ്ങൾ എന്നിവയെല്ലാം ശനിദോഷ സമയത്ത് അനുഭവിച്ചേക്കാം. എന്താണ് കണ്ടകശനി? ചുരുക്കത്തിൽ പറയാം. ഒരുവൻ ജനിച്ച നക്ഷത്രം ഏത് കൂറിലാണോ അതാണ് അവരുടെ ജന്മരാശി അഥവാ ജന്മക്കൂറ്. ഒരാളുടെ ജന്മക്കൂറിന്റെ 4, 7, 10 എന്നീ ഭാവങ്ങളിൽ ശനി നിന്നാൽ അതിനെ കണ്ടകശനികാലം എന്ന് പറയുന്നു. കണ്ടകശനികാലം 2.5 വർഷമാണ്. വളരെ അധികം ദോഷങ്ങൾ അനുഭവപ്പെടുന്ന ഒരു കാലമാണ് കണ്ടകശനികാലം. ദുഃഖാനുഭവങ്ങൾ, വഴക്കുകൾ, അലഞ്ഞു തിരിയുക, സ്ഥാനഭ്രംശം, സാമ്പത്തിക നഷ്ടങ്ങൾ, കുടുംബത്തിൽ ദോഷാനുഭവങ്ങൾ, വെറുക്കപ്പെടുക, അപമാനം, അപവാദ പ്രചരണം, മരണതുല്യമായ അനുഭവങ്ങൾ, കേസുകൾ, അപകടങ്ങൾ, ജയിൽവാസം എന്നീ ദോഷങ്ങൾ അനുഭവപ്പെടാം. 4, 7, 10 എന്നീ ഭാവങ്ങളിൽ കണ്ടകശനി വ്യത്യസ്ത ഫലങ്ങളിൽ അനുഭവപ്പെടും. 4-ാം ഭാവത്തിലെ ശനി മാതാപിതാക്കൾക്ക് രോഗങ്ങൾ, ഭാര്യ പിത്രാദികൾക്ക് രോഗ ദുരിതങ്ങൾ, കുടുംബകലഹം, വീടിനും വാഹനത്തിനും കേടുപാടുകൾ, വീട് വിട്ടു പോവുക, ധനനഷ്ടം, തസ്കര ശല്യം, അന്യദേശവാസം, കുടുംബ ബാധ്യതകൾ എന്നീ ദോഷങ്ങൾ തരുന്നു. 7-ാം ഭാവത്തിലെ ശനി ഭാര്യ പുത്രാദികൾക്ക് ദോഷഫലങ്ങൾ, ധനനാശം, കാര്യവിഘ്നം, മനക്ലേശം, യാത്രയിൽ ദുരിതാനുഭവങ്ങൾ, ഭാര്യാഗൃഹത്തിൽ ദോഷാനുഭവങ്ങൾ, ബന്ധുക്കളുമായി തർക്കങ്ങൾ, കലഹങ്ങൾ, അപകടങ്ങൾ എന്നിവ വരുത്തുന്നു. 10-ാം ഭാവത്തിലാണ് ശനിയെങ്കിൽ ജോലിയിൽ തടസ്സങ്ങൾ, ജോലിയിൽ അലസത, ജോലി സംബന്ധമായ അലച്ചിൽ, സഹപ്രവർത്തകരുടെ സഹകരണമില്ലായ്മ, മേലധികാരികളുടെ അതൃപ്തി, ജോലിയിൽ കൃത്രിമം കാണിക്കൽ, സ്ഥാനചലനം, ജോലി നഷ്ടപ്പെടുക, ജോലിയിൽ അപകടം എന്നീ അനിഷ്ടങ്ങൾ സംഭവിക്കുന്നു. ഇനി ഏഴരശനി എന്താണെന്ന് നോക്കാം. ഒരാൾ ജനിച്ച കൂറിന്റെ 12-ലും ജനിച്ച കൂറിലും ജനിച്ച കൂറിന്റെ 2-ലും ഗ്രഹചാരവശാൽ ശനി വരുന്ന തുടർച്ചയായ 7.5 വർഷത്തെയാണ് ഏഴര ശനികാലം എന്ന് പറയുന്നത്. ഈ ഏഴര ശനിയുടെ പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ അനുഭവപ്പെടുക, അലസത, അലഞ്ഞു തിരിയുക, ധനനഷ്ടം, ദാരിദ്ര്യാവസ്ഥ, മറ്റുള്ളവരാൽ അപമാനിക്കപ്പെടുക, ജോലി നഷ്ടമാവുക, ജോലി ലഭിക്കാൻ താമസം, അന്യദേശത്ത് ജോലി ലഭിക്കുക, വിരഹം, സ്ഥാനഭ്രംശം, മുൻകോപം, നീച പ്രവൃത്തികൾ ചെയ്യുക, ചെയ്യിക്കുക, ദുഷിച്ച ചിന്തകൾ, നിഗൂഢ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, മാരക പ്രവൃത്തികളുടെ കുറ്റം ഏൽക്കേണ്ടി വരിക, ബന്ധുക്കളുമായും മാതാപിതാക്കളുമായും ഭാര്യ പുത്രാദികളുമായും
കലഹം, പോലീസ് കേസിൽ അകപ്പെടുക, കോടതി കയറേണ്ടി വരിക, ജയിൽവാസം അനുഭവിക്കേണ്ടി വരിക, വീടിന് കേടുപാടുകൾ സംഭവിക്കുക, വീട് വിൽക്കേണ്ടി വരിക, രോഗം, മരണം എന്നിവ ഗ്രഹത്തിൽ ഉണ്ടാകുക, കേസുകളിൽ പരാജയപ്പെടുക, മറ്റുള്ളവരോട് യാചിക്കേണ്ടി വരിക, ആപത്ത്, അപമൃത്യു എന്നിവയെല്ലാം ഏഴര ശനിയുടെ ഫലങ്ങളാണ്. ദശാപകാരങ്ങൾ നല്ലതാണെങ്കിൽ ദോഷങ്ങൾ കുറഞ്ഞിരിക്കും. ഇനി ഇപ്പോൾ, അതായത് 2023 ജനുവരി 18 മുതൽ കണ്ടകശനി, ഏഴര ശനി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ ആരൊക്കെയെന്ന് നോക്കാം. ഇടവക്കൂറ്, അതായത് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി. ഇവർക്ക് 10ാം ഭാവത്തിൽ, അതായത് കർമ്മസ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത്. തൊഴിൽപരമായ അലച്ചിലും ബുദ്ധിമുട്ടുകളും കൂടുതലായി അനുഭവപ്പെടുന്നതായിരിക്കും ഇവർക്ക്. ചിങ്ങക്കൂറ്, അതായത് മകം, പൂരം, ഉത്രം ആദ്യത്തെക്കാൽ. ഇവരുടെ 7ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. പങ്കാളിയുമായി അകന്നു കഴിയേണ്ടി വരും. അതുമല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് ആർക്കെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. അപവാദങ്ങളും ആരോപണങ്ങളും കേൾക്കേണ്ടി വന്നേക്കാം. വൃശ്ചികക്കൂറ്, അതായത് വിശാഖം, അനിഴം, തൃക്കേട്ട. ഇവർക്ക് 4ാം ഭാവത്തിലാണ് ശനി. മാതാവിന് ദുരിതങ്ങളുണ്ടാകും. വീട് വിട്ട് കഴിയേണ്ട സാഹചര്യങ്ങളുണ്ടാകാം. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും ഇടയുണ്ട്. മകരക്കൂറ്, അതായത് ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. 2ലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത്. സാമ്പത്തിക ക്ലേശങ്ങൾക്ക് കാരണമാകും. പഠന കാര്യങ്ങൾക്ക് അലസത ഉണ്ടാകും. കുംഭക്കൂറ്, അതായത് അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ജന്മരാശിയിലെ ശനി ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും. സകല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാകും. മീനക്കൂറ്, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രാടം, രേവതി. ഇവർക്ക് 12ൽ ശനി സഞ്ചരിക്കുന്നു. അനാവശ്യമായ ചിലവുകൾ, ദുരിതങ്ങൾ, അനാവശ്യ യാത്രകളും ഉണ്ടാകാം. ഇനി 2025 മാർച്ച് 29 മുതൽ മഹാശനിമാറ്റം സ്വാധീനിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ഇവർക്ക് 7ര ശനി ആരംഭിക്കുന്നു. ഇവർക്ക് അലച്ചിലുകൾ വർദ്ധിക്കും. അടുത്തത് ഇടവക്കൂറ്, കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി. ഇവർക്ക് കണ്ടകശനി അവസാനിക്കുന്നു. 11ലെ ശനി ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ നൽകും. അടുത്തത് മിഥുനക്കൂറ്, മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ. ഇവർക്ക് കണ്ടകശനി ആരംഭിക്കുന്നു. തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അടുത്തത് കർക്കിടകക്കൂറ്, അതായത് പുണർദം അവസാനത്തെ മുക്കാൽ, പൂരാടം, ആയില്യം. ഇവർക്ക് അഷ്ടമശനി അവസാനിക്കുന്നു. സമയദോഷം ഇവർക്ക് മാറുന്നു. അടുത്തത് ചിങ്ങക്കൂറ്, അതായത് മകം, പൂരം, ഉത്രം ആദ്യത്തെ കാൽഭാഗം. ഇവർക്ക് കണ്ടകശനി അവസാനിക്കുന്നു. സമയദോഷം മാറുന്നു. അടുത്തത് കന്നിക്കൂറ്, ഉത്രം, അത്തം, ചിത്തിര ആദ്യ പകുതി. ഇവർക്ക് കണ്ടകശനി ആരംഭിക്കുന്നു. പങ്കാളിയുമായി അകന്നു കഴിയേണ്ടി വരും. അടുത്തത് തുലാക്കൂറ്, ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം. ഇവർക്ക് 6ലെ ശനി സാമ്പത്തിക നേട്ടം നൽകും. നല്ല സമയം ഇവർക്ക് ആരംഭിക്കുന്നു. അടുത്തത് വൃശ്ചികക്കൂറ്, വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. കണ്ടകശനി ഇവർക്ക് അവസാനിക്കുന്നു. പിണക്കങ്ങൾ മാറുന്നു. കുടുംബത്തിൽ സമാധാനം ലഭിക്കും. അടുത്തത് ധനുക്കൂറ്, അതായത് മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം. ഇവർക്ക് കണ്ടകശനി ആരംഭിക്കുന്നു. വീട്ടിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടി വരും. അടുത്തത് മകരക്കൂറ്, ഉത്രാടം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. 7ര ശനി അവസാനിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ഉണ്ടാകും. അടുത്തത് കുംഭക്കൂറ്,
അവിട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവർക്ക് ജന്മശനി മാറുന്നു. 7ര ശനി തുടരുന്നു. ആരോഗ്യം മെച്ചപ്പെടും. അടുത്തത് മീനക്കൂറ്, അതായത് പൂരുരുട്ടാതി അവസാന മുക്കാൽ ഭാഗം, ഉത്രട്ടാതി, രേവതി. ഇവർക്ക് ജന്മശനി ആരംഭിക്കുന്നു. എല്ലാ കാര്യങ്ങളും മന്ദഗതിയിലാകും. ഇതിൽ ദോഷങ്ങൾ ഉള്ളവർ വഴിപാടിന് കാശ് ക്ഷേത്രങ്ങളിൽ കൊടുത്ത് പോരാതെ ശനിദോഷ ശാന്തി പരിഹാരങ്ങൾ സ്വയം ചെയ്യുക. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.